മലയാള മനോരമയും മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകല അക്കാദമിയും കേരള ഗ്രാമീൺ ബാങ്കും ചേർന്ന് കൊണ്ടോട്ടിയിൽ നടത്തിയ സാംസ്കാരിക വരവ് സമാപിച്ചു. 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ പ്രസിദ്ധമായ കൊണ്ടോട്ടി നേർച്ചയെ വരവേറ്റു നടത്തിയ സാംസ്കാരിക വരവിൽ പങ്കാളികളായത് നൂറുകണക്കിന് പേരാണ്. വിവിധ പ്രദർശനങ്ങളും മത്സരങ്ങളും വരവിന്റെ ഭാഗമായി നടന്നു. സമാപന പരിപാടി മുൻ മന്ത്രി മാപ്പിളകല അക്കാദമിയുടെ മുൻ ചെയർമാനുമായ TK ഹംസ ഉദ്ഘാടനം ചെയ്തു. ടിപ്പു സുൽത്താനാണ് തങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. തങ്ങൾ അവിടെ നിന്ന് നേരെ വന്ന് കോയമ്പത്തൂരാണ് വരുന്നത്. കോയമ്പത്തൂരിൽ വന്നിട്ട് പാലക്കാട്ട് വന്നു. പുതുനഗരം എന്നൊരു സ്ഥലമുണ്ട് പാലക്കാട്ട്. അവിടെ ഒരു ചെറിയ കുടിൽ കെട്ടി എവിടെ ഇവർ താമസിച്ചാലും ചെറിയ കുടിൽ കെട്ടും. ഒരു നിസ്കാര പള്ളി ഉണ്ടാവും. ആദ്യത്തെ കൊണ്ടോട്ടി തങ്ങളുടെ ആസ്ഥാനം പുതുനഗരത്ത് ഒക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. പുതുനഗരം പള്ളിയും ആസ്ഥാനവും സ്ഥലമൊക്കെ ഉണ്ടാക്കി കുറേ കാലം കഴിഞ്ഞപ്പോൾ ടിപ്പുവിൻ്റെ ഉദ്ദേശം മലബാറിൽ ടിപ്പുവിൻ്റെ ക്ഷണമുണ്ട് ഇവർക്ക്. മലബാറിൽ ടിപ്പുവിന് അനുകൂലമായ കാലാവസ്ഥ സൃഷ്ടിക്കാൻ സഹായിക്കുന്നത് ഈ തങ്ങളായിരിക്കണം എന്നുള്ള നിലയ്ക്ക് ക്ഷണിച്ചതാണ്. അപ്പോൾ അവിടുന്ന് പാലക്കാട്ട് നിന്ന് നല്ല പുറപ്പെട്ടു വന്ന് മുള്ളിയാകുറിശി എന്നൊരു സ്ഥലമുണ്ട് പെരിന്തൽമണ്ണയ്ക്കടുത്ത്. അവിടെ വന്ന് കുറച്ച് ദിവസം താമസിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ഒരു കേന്ദ്രം കൊണ്ടോട്ടിത്തമാതിരി ഒരു പള്ളി കുട്ടിയൊക്കെ ഉണ്ട് അവിടെ ഈ മുള്ളിയാകുറിശി. അവിടുന്ന് നേരെ നടന്നിട്ട് നമ്മളെ കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങൾ അരീക്കോട്ടെത്തി. ഇയാൾ വരുമ്പോൾ ടിപ്പു സുൽത്താൻ്റെ കോടതി കച്ചേരിയിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഒരു സാധനം കയ്യിലുണ്ട്. അതെന്താണെന്നറിയോ? ഒരു നരിൻ്റെ കുട്ടിനെ കഴുത്തിൽ വടമൊക്കെ കയറിട്ടിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടാണ് ഇയാൾ നടത്തി വരുന്നത്. ആ ടിപ്പു സുൽത്താൻ കൊടുത്തതാണെന്നാണ് പറയുന്നത്. ആ നരിക്കുട്ടിനായിട്ട് ഇവിടുന്ന് നേരെ നടന്നിട്ട് അരീക്കോട് പോവുക. അരീക്കോട് അങ്ങാടി കഴിഞ്ഞ മേലെ ഒരു മല ഉണ്ട്. ആ മലക്ക് പഴയ കാലത്ത് മലനെ കുന്ന് നോക്കിയാണല്ലോ പറയുക. ആ കുന്നിൻ്റെ മുകളിൽ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇദ്ദേഹം ഇരുന്നിട്ട് ധ്യാനം ദിക്ർ, ഹിന്ദുക്കൾ ധ്യാനം എന്ന് പറയും, മുസ്ലിമീങ്ങൾ ദിക്ർ എന്ന് പറയും. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹ്, അതാണ് തസ്ബീഹും ദിക്റും ചൊല്ലി ഇരിക്കുക. ഈ നരി അവിടെ ഉണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ സമയത്താണ് അരീക്കോട്ടുകാരും കൊണ്ടോട്ടിക്കാരും കൂടി നായാട്ട് നടത്തും. കാട്ടിൽ മൃഗങ്ങളെ വെടിവെക്കാനും നായനെ കൊണ്ട് കടിച്ച് പിടിക്കാനൊക്കെ. ആ നായാട്ടുകാർ ഇത് കണ്ടു. ഇയാൾ കണ്ടപ്പോൾ വളരെ ലോകിയൊക്കെ പറഞ്ഞ് എടുത്ത് സംസാരിച്ചൊക്കെ കൈപ്പെട്ട് ഇറങ്ങാൻ പറഞ്ഞ് കൂട്ടാക്കിയില്ല. അവസാനം അരീക്കോട് പള്ളിയിലെ കാവിയരും കുറച്ച് കാരണന്മാരും പണ്ഡിതന്മാരും ഒക്കെ കയറി ഇദ്ദേഹത്തെ കൈ പിടിച്ച് നിലവിളിച്ച് പിടിച്ച് താഴ്ത്തോട്ട്. അങ്ങനെ TV ഇബ്രാഹിം MLA അധ്യക്ഷത വഹിച്ചു. നേർച്ചയും ഫെസ്റ്റിവലിന് നേർച്ചയിൽ കൂടിയതാണ്. നേർച്ച 14 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്നപ്പോൾ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ലഭ്യമായ സമയത്ത് മലയാള മനോരമ വളരെ സമയോചിതമായി ഇടപെടുകയും ഈ കൊണ്ടോട്ടിയുടെ സാംസ്കാരിക മേഖലയിൽ മലയാള മനോരമയുടെ ഒരിടം നമുക്കെല്ലാവർക്കും അറിയാം. ആ ഇടം കൃത്യമായിട്ട് അത് ഫില്ല് ചെയ്യാൻ മലയാള മനോരമ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് പത്രമാധ്യമ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മലയാള മനോരമയുടെ പ്രത്യേകതയായി എനിക്ക് തോന്നുന്നത്. ആ കാര്യത്തിൽ പ്രത്യേകിച്ച് എൻ്റെ സ്നേഹിതൻ ഹക്കീം വഹിക്കുന്ന പങ്ക്, ഞാൻ ഇത് മാത്രമല്ല, ഹക്കീം സത്യത്തിൽ ഇവിടെയുള്ള എല്ലാ മേഖലകളിലും ഒരുപോലെ ശ്രദ്ധ ചെലുത്തിയിട്ട് ഇപ്പോൾ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ കാര്യം മനോരമയെ പ്രത്യേകിച്ച് അഭിനന്ദിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ കാര്യത്തിൽ ഈ എയർപോർട്ട് അവഗണിക്കപ്പെട്ടപ്പോൾ അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും മറ്റാളുകളുടെയൊക്കെ പ്രത്യേകിച്ച് എയർലൈൻ കമ്പനികളടക്കം നമ്മുടെ ഈ കരിപ്പൂർ എയർപോർട്ടിനോട് ഒരു നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ചപ്പോൾ അക്കാര്യത്തിൽ കൃത്യമായി ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരുവാനും എതിരാളികൾക്ക് എന്ന് പറയുമ്പോൾ അതിൽ ചില സാങ്കത്യമുണ്ട്. പക്ഷേ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒരാളുകൾക്കും യാതൊരു ന്യായവും പറയാനാകാത്ത വിധം മലയാള മനോരമ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ
അത് കൃത്യമായി കരിപ്പൂരിനെ അവഗണിക്കുന്നതാണ് എന്ന് സമൂഹത്തിന് ബോധ്യമാകുന്ന വിധത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളൊക്കെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. മലയാള മനോരമ കോർഡിനേറ്റിംഗ് എഡിറ്റർ ആന്റണി ജോൺ സ്വാഗതം പറഞ്ഞു. വാർത്തകൾ അറിയിക്കുക എന്നത് മാത്രമല്ല മലയാള മനോരമ കഴിഞ്ഞ 30-30 വർഷങ്ങളായിട്ട് കേന്ദ്രീയ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ പാലിയേറ്റീവ് കെയർ, അതായത് സാന്ത്വന പരിചരണം എന്നുള്ള ഒരു യത്നം ഞങ്ങളുടെ കൂടെ എന്ന പേരിൽ മനോരമ നടപ്പാക്കിയപ്പോൾ അതിന് വിത്തിട്ടത് മലപ്പുറമാണ്. മലപ്പുറത്തെ സ്നേഹനിധികളായ ജനങ്ങളാണ്, സാമൂഹ്യ പ്രവർത്തകരാണ് എന്നത് ഇവിടെ വ്യക്തമായി ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കുടിവെള്ളക്ഷാമമുള്ള സ്ഥലങ്ങളിൽ പലതുള്ളി എന്ന പേരിൽ മഴവെള്ള സംഭരണം, അതായത് മഴ പെയ്ത് വളരെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ മലയോര മേഖലയിൽ പെയ്യുന്ന മഴപ്പുഴകളിലൂടെ അഴകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും അറിയാമെങ്കിൽ പോലും അതിലെങ്ങനെയാണ് സാധാരണക്കാരായ ആളുകളെ, കുടുംബങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് മഴവെള്ളം എങ്ങനെ സംഭരിക്കാം എന്നുള്ള ഒരു പലതുള്ളി എന്നുള്ളൊരു യത്നം അത് മലയാള മനോരമയാണ് മുന്നോട്ട് വെച്ചത്. കേരളീയ സമൂഹത്തിന് മുന്നോട്ട് വെച്ചതും മാറി മാറി വന്ന സർക്കാരുകളുടെ എല്ലാം പിന്തുണയോടെ അത് ഒരു വിജയമായി. അതിൻ്റെ ഈ സമാപന ചടങ്ങിൽ ഇന്ന് ഇവിടെ എത്തിയ ആളുകൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. ിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു. മനോരമയുടെയും അക്കാഡമിയുടെയും പരിപാടിക്ക് ആശംസകൾ നേർന്നുകൊണ്ടുള്ള കൊണ്ടോട്ടി സ്ഥാനീയൻ KT റഹ്മാൻ തങ്ങളുടെ സന്ദേശം അക്കാഡമി അംഗം P അബ്ദു റഹ്മാൻ വായിച്ചു. കൊണ്ടോട്ടി നേർച്ചയുടെ പഴയകാല ചിത്രങ്ങളും നേർച്ച സംബന്ധിച്ച ഡോക്യുമെന്ററിയും അക്കാഡമിക്ക് കൈമാറിയ റിട്ടയർഡ് അധ്യാപകനും കോഴിക്കോട് കക്കോടി സ്വദേശിയുമായ CK ബാലനെ ചടങ്ങിൽ ആദരിച്ചു. അക്കാഡമിയുടെ ഉപഹാരം TK ഹംസ കൈമാറി. മാപ്പിളകല അക്കാഡമി അംഗം OP മുസ്തഫ പരിപാടി നിയന്ത്രിച്ചു. വിജയികൾക്ക് കേരള ഗ്രാമീൺ ബാങ്ക് കൊണ്ടോട്ടി ശാഖാ മാനേജർ G സന്ധ്യ, അക്കാഡമി അംഗം രാഘവൻ മാടമ്പത്ത്, കൊണ്ടോട്ടി തങ്ങളുടെ നിയുക്ത സ്ഥാനീയൻ KT കുഞ്ഞുമോൻ തങ്ങൾ, സലീം പുതിയറക്കൽ, ചരിത്രാധ്യാപകരായ MD മുഹമ്മദ് അൻസാരി, അശോകൻ മേലാറ്റിൽ തുടങ്ങിയവർ സമ്മാന വിതരണം നടത്തി. സാംസ്കാരിക വരവിന്റെ ഭാഗമായി അക്കാഡമിയിലെ മ്യൂസിയം, മലബാർ സമരചിത്ര പ്രദർശനം, കൊണ്ടോട്ടി നേർച്ച ഫോട്ടോ ഗ്യാലറി എന്നിവയിൽ പ്രദർശനം സൗജന്യമായിരുന്നു. കൊണ്ടോട്ടി മേഖലയിലെ ചരിത്ര അധ്യാപകരും വിദ്യാർത്ഥികളുമായി ഒട്ടേറെ പേരാണ് പ്രദർശനം കാണാനെത്തിയത്.
സാംസ്കാരിക വരവിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളാണ് നടത്തിയത്. അക്കാഡമിയിലുള്ള നേർച്ചയുടെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ പുതിയ കാലത്തെ നേർച്ചയുടെ കളർ ചിത്രങ്ങളാക്കുക എന്നതായിരുന്നു ഒരു മത്സരം. കെ റോഷൻ കീഴ്ശ്ശേരി 1ാം സ്ഥാനം നേടി. പി മാനസി കൊട്ടപ്പുറം 2ഉം TP അനാമിക മോങ്ങം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഫോട്ടോ മത്സരത്തിൽ റഫ്സൽ റോളക്സ് 1ഉം സുരേഷ് തടയിൽ 2ഉം സ്ഥാനങ്ങൾ നേടി. അടിക്കുറിപ്പ് മത്സരത്തിൽ മുഹമ്മദ് കുട്ടി വട്ടപ്പറമ്പിൽ 1ാം സ്ഥാനവും T ഇഷാര 2ാം സ്ഥാനവും നേടി. റീൽസ് തയ്യാറാക്കൽ മത്സരത്തിൽ MT മുഹമ്മദ് ഷംലിൻ അരീക്കോട് വിജയിയായി. മത്സര വിജയികൾക്കും ഓരോ ദിവസവും നടന്ന സമ്മാന കൂപ്പൺ വിജയികൾക്കും കൊണ്ടോട്ടി ഫെസ്റ്റ് അധികൃതർ നൽകിയ അമ്യൂസ്മെന്റ് പാർക്കിലേക്കുള്ള ഫാമിലി പാസ് സമ്മാനമായി നൽകി. നേർച്ചയുടെ ഭാഗമായി ആരംഭിച്ച കൊണ്ടോട്ടി ഫെസ്റ്റ് ഈ മാസം 17-ന് സമാപിക്കും. ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു. എയർ 1 കൊണ്ടോട്ടി.